നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ നമുക്കിതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരുപാട് ക്ലാസിക്കുകൾ എഴുതി ഇല്ലെങ്കിൽ വായിച്ചു ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും ജീവിതം ആസ്വദിക്കാൻ പറ്റും. ആ നിമിഷത്തിൽ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യണം തോന്നുന്നു വെച്ചാൽ നമ്മൾ ചെയ്യുന്നു. അതാണ് സൗഹൃദത്തിൻ്റെ, അതായത് എഴുത്തുകാരുമായിട്ടുള്ള സൗഹൃദമാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതിന് എൻ്റെ ജീവിതത്തിലൊരു 3 ഘട്ടം ഉണ്ടെന്ന് പറയാം. ഒന്ന്, ഞാൻ എഴുതി തുടങ്ങുന്ന സമയത്ത് നാട്ടിലായിരുന്നില്ല, ഞാൻ ബോംബെയിലായിരുന്നു. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിളിക്കുന്ന നമ്മൾ ഇന്ന് കാണുന്ന എഴുത്തുകാരൊക്കെ എൻ്റെ അച്ചടിച്ച് കാണുന്ന പേരുകൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ രചനകൾ മാത്രമായിരുന്നു. അന്ന് പിന്നെ നമുക്ക് വീട്ടിൽ പോലും ടെലിഫോണില്ല, മൊബൈലിൻ്റെ കാര്യം പോട്ടെ. ഞാൻ താമസിച്ചിരുന്ന ബോംബെയിലത്തെ എൻ്റെ ഫ്ലാറ്റിലും ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരു 6-7 കൊല്ലം എഴുത്ത് തുടങ്ങിയതിന് ശേഷം ഒരു 6-7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. തൃശ്ശൂരാണ്, തൃശ്ശൂർ അടുത്തുള്ള ആറാട്ടുപുഴ എന്നുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ തിരിച്ചു വന്നപ്പോൾ തൃശ്ശൂർ ടൗണിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് ജോലി ശരിയായിട്ടാണ് ഞാൻ വന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ എഴുത്തുകാരെ ഞാൻ ജീവനോടെ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അശോകൻ ചെരുവിലിനൊക്കെ ഞാനൊരു പി സുരേന്ദ്രൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിനാണ് അശോകൻ ചെരുവിലിനെ കാണുന്നത്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു രാജനെ ഞാൻ അതിനു മുമ്പ് വേറെ ഏതൊരു സ്ഥലത്ത് വെച്ച് കണ്ടു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുത്തുകാർ ആണെങ്കിൽ ഒരു പേര് വഴിക്കോ രചനകൾക്കോ വഴിക്കോ അപ്പുറത്ത് ഒരു ആത്മബന്ധം അതിനിടയ്ക്ക് സ്ഥാപിച്ച് കഴിഞ്ഞിരുന്നു ഇവരൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ വെറും കണ്ടുമുട്ടലുകൾ മാത്രമായിരുന്നു. കാരണം അവരെക്കുറിച്ചൊക്കെ നമ്മൾ തികച്ചും ധാരണ നമുക്കുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ എഴുത്തിൻ്റെ പേരിലൊരു സൗഹൃദം നമ്മുടെ നിലനിന്നിരുന്നു. കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഫോണിൽ പോലും കത്തെഴുതിയിട്ടില്ല, എന്നാലും ഞങ്ങൾ തമ്മിലൊരു അറിയപ്പെടാത്ത അല്ലെങ്കിൽ എഴുതി വയ്ക്കപ്പെടാത്ത ഒരു സൗഹൃദം നിലവിലുണ്ടായിരുന്നു. തൃശ്ശൂരിൽ എത്തിയതിന് ശേഷം തൃശ്ശൂരിനൊരു ഒരു പ്രത്യേകതയുള്ളത്, അവിടെ തൃശ്ശൂർ കറണ്ട് ബുക്സ് ഉണ്ടായിരുന്നു. കറണ്ട് ബുക്സ് റൗണ്ട് വേസ്റ്റിൽ വളരെ തൃശ്ശൂരിൻ്റെ ഹൃദയം ഭാഗത്ത് നിന്ന് പറയാവുന്ന വടക്കുന്നാഥൻ്റെ പടിഞ്ഞാറേ നടയിലേക്ക് ഉള്ള ഭാഗത്താണ് ഈ തൃശ്ശൂർ കറണ്ട് ബുക്സ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, അവിടെ വളരെ ലബ്ധപ്രതിഷ്ഠിതരായിട്ടുള്ള എഴുത്തുകാരൊക്കെ വന്നിരുന്നു. VK അടക്കം, അല്ലെങ്കിൽ മുണ്ടശ്ശേരി അടക്കം. മുണ്ടശ്ശേരിയുടെ മകൻ ആയിട്ടുള്ള തോമസ് മുണ്ടശ്ശേരി ആയിരുന്നു എൻ്റെ ഉടമസ്ഥൻ. ഒരുപക്ഷെ നിങ്ങൾക്കൊന്നും അത്തരം ചരിത്രങ്ങൾ അറിയാൻ വഴിയില്ല. തോമസ് മുണ്ടശ്ശേരിയുടെ ഉടമസ്ഥതയിലായിരുന്നു തൃശ്ശൂർ കറണ്ട് ബുക്സ്. കറണ്ട് ബുക്സ് വലിയൊരു സാംസ്കാരിക ആസ്ഥാനമായിരുന്നു ആ കാലത്ത്. അത്ര വലിയ മഹാരഥന്മാർ ഈ തേക്കുംകാട് മൈതാനത്തിലൊക്കെ അച്യുതമേനോനും മുണ്ടശ്ശേരിയൊക്കെ ഇരുന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, മണ്ണിലിരുന്നിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്തിരുന്നതും അതിന് ചുറ്റും അത് കേൾക്കാൻ വേണ്ടി ആളുകൾ നിന്നിരുന്നൊക്കെ ചരിത്രം തൃശ്ശൂരിനുണ്ട്. ഞങ്ങളുടെ കാലമായപ്പോഴേക്കും അതിൻ്റെ ഒരു പക്ഷേ പ്രഭാവമൊക്കെ മങ്ങിയിരിക്കാം. പക്ഷേ ഞാൻ ജോലി കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് ജോലി കഴിഞ്ഞാൽ ഞാൻ ബസ് കാത്തു നിൽക്കുന്ന ഈ തൃശ്ശൂർ കറണ്ട് ബസ്സിൻ്റെ മുമ്പിലായിരുന്നു. തൃശ്ശൂർ കറണ്ട് ബസ്സിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ, നമ്മളീ പറയുന്ന കൂട്ടുകാരൊക്കെ രാജൻ അയ്യന്തോൾ താമസിക്കും. രാജൻ അതിൽ കടന്നു വരും, അശോകൻ രജിസ്റ്റർ ഓഫീസ് വിട്ടിട്ട് അതിൽ കടന്നു വരും. പിന്നെ അങ്ങനെ അന്നത്തെ എഴുത്തുകാരായിട്ടുള്ള മിക്കവാറും എല്ലാവരും അതിന് മുമ്പ് കൂടി കടന്നു പോകും. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് നിൽക്കും. 5:30 മണിക്കാണ് എൻ്റെ ബസ്. പക്ഷേ ഞാൻ ഒരിക്കലും ആ ബസ്സിൽ പോകാറില്ല. അവിടെ ഒന്ന് സംസാരിച്ച് പിന്നെ ഇരുട്ടവും രാത്രിയാവും. പിന്നെ ചിലപ്പോൾ ഞങ്ങൾ തേക്കാട് മൈതാനത്തിൽ പോയിട്ട് ഇരുന്ന് കഥകൾ വായിക്കും. അശോകൻ്റെ രാജൻ്റെ പുകക്കുഴലുകൾ നമ്മൾ ഇവിടെ വെച്ചു അല്ലേ, പുകക്കുഴലുകൾ എന്നിട്ട് രാജൻ്റെ ഒരു നോവലെറ്റുണ്ടായിരുന്നു. 3 അധ്യായമായിട്ട് വന്ന ഒരു ദേശാമലിൽ വന്ന നോവലെറ്റ്. അത് ഞങ്ങൾ ഫുൾ അവിടെ ഇരുന്നിട്ട് വായിച്ചിട്ടുണ്ട്. അശോകൻ്റെ കുഞ്ഞൂറിയത് രണ്ടാമൻ എന്നുള്ള കഥ ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് വായിച്ചത്. എനിക്ക് അത് പേര് പിന്നീട് മാറ്റി തോന്നുന്നു അല്ലേ, ആ കഥയുടെ പേര് പിന്നീട് മാറ്റി വന്നൊരു സംശയം. ഇങ്ങനെ ഞങ്ങൾ ഒരു തരം കൊടുക്കൽ വാങ്ങലുകൾ നടന്നിരുന്നു അക്കാലത്ത്. അപ്പോൾ ഈ പറഞ്ഞ 5:30 ബസ് കടന്നുപോയി എൻ്റെ ഗ്രാമത്തിൽ പോയി തിരിച്ചു വന്നിട്ട് പിന്നെ അത് 8 മണിക്കാണ് പിന്നെ വീണ്ടും ആ പോയിന്റിലെത്തുക. എന്നിട്ട് ഞാൻ അതിൽ കയറി മടങ്ങിപ്പോയി. രാത്രി വീട്ടിലെത്തുമ്പോഴേക്കും 8:30-9 മണിയൊക്കെ ആവും. എന്താണ് ചെയ്തിരുന്നതെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഏറ്റവും ആസ്വദിച്ചിരുന്ന സമയം അതായിരുന്നു ജീവിതത്തിൽ ആ ദിവസങ്ങളിൽ. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യാതെ നമുക്ക് റുട്ടീനായിട്ടുള്ള ജോലി ചെയ്യും. പക്ഷെ തിരിച്ചു വന്നിട്ടുള്ള ഈ സർഗ സംവാദം എന്ന് നമുക്ക് പണ്ടത്തെ വാക്ക് ഉപയോഗിച്ചിട്ട് പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ കണ്ടുമുട്ടും, സൗഹൃദങ്ങൾ പങ്കുവയ്ക്കും, വിശേഷങ്ങൾ പറയും. അത് കുറേ കാലം തുടർന്നു വന്നു. പ്രത്യേകിച്ച് അതിൽ ഒരു ജേക്കബേട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ കറണ്ട് ബുക്സിലെ വളരെ വയസ്സായിട്ടുള്ളൊരു സെയിൽസ്മാൻ. അദ്ദേഹത്തിനോട് പുസ്തകത്തിനെക്കുറിച്ച് എന്ത് പുസ്തകത്തെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പുസ്തകം എടുത്തു തരും. അതിൻ്റെ എഴുത്തുകാരനെ കുറിച്ച് പറയും. അങ്ങനെ വളരെ നമുക്കൊക്കെ വലിയൊരു ഗൈഡ് പോലെയായിരുന്നു ഈ ജേക്കബേട്ടൻ. കാലക്രമേണ എല്ലാവരും കുടുംബസ്ഥരായി മാറിപ്പോയി.
ചിലർ ജോലി മാറ്റം സംഭവിച്ചു പോയി, കുറച്ച് പേരൊക്കെ വാഹനങ്ങൾ വാങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തൃശ്ശൂർക്കാരൻ്റെ പുസ്തകം ഒരു പോയിൻ്റ് ഓഫ് ഒരു പോയിൻ്റ് ഓഫ് മീറ്റിംഗ് പോയിൻ്റ് ആയിരുന്നില്ല, 2 ദിവസമല്ലായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ യാത്രാപഥങ്ങൾ മാറിപ്പോയി. തൃശ്ശൂർക്കാരൻ്റെ പൊളിച്ചു കളഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെ അത് അവിടെ പോയിട്ട് വേറെ അതിൻ്റെ പിന്നിൽ കുറച്ച് ഇതായിട്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നു. അതിൻ്റെ മുമ്പിലൊരു പോസ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് ബോക്സും കാലത്തിൻ്റെ അതനുസരിച്ച് അതും പൊളിഞ്ഞു പോയി, എല്ലാം അവസാനിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സൗഹൃദങ്ങൾ ഒരു തരത്തിൽ ആ തരത്തിലുള്ള സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഗൃഹസ്ഥരായി പോയി, കുട്ടികളായും പിന്നെ ജോലി തിരക്കായി, ഓരോരോ കാര്യങ്ങളിൽ ഇതായിപ്പോയി. അങ്ങനെ ഓരോ കാരണം കൊണ്ട് ആ അന്തരീക്ഷം തനിയെ തുടച്ചു മാറ്റപ്പെട്ടു, തീരെ ഇല്ലാതായി. അത് എൻ്റെ 2ാമത്തെ ഘട്ടമായിരുന്നു. ഞാൻ ആസ്വദിച്ച അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച സൗഹൃദത്തിൻ്റെ 2ാമത്തെ ഘട്ടമായിരുന്നു. 3ാമത്തെ ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെയുള്ള കണ്ടുമുട്ടലുകളൊന്നുമില്ല. ഇങ്ങനെയുള്ള അപൂർവം ചില സാഹിത്യ സദസ്സുകളിലൊക്കെയുള്ള അപൂർവമായിട്ടുള്ള കണ്ടുമുട്ടലുകൾ, അതാണ് ഒന്നിച്ചുള്ള ചില യാത്രകൾ, അങ്ങനെയൊക്കെ സാധിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇത്തരം സാഹിത്യ സമ്മേളനങ്ങൾക്ക് വരാൻ തന്നെ ഉത്സാഹിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ കണ്ടുമുട്ടലുകളൊന്നുമില്ല. അതിനുള്ള കാരണം മിക്കവാറും ഈ ടെക്നോളജിയുടെ ഇതിൻ്റെ വളർച്ച തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇന്ന് ഇഷ്ടം പോലെ ഇപ്പോൾ ആരായിട്ടും സംസാരിക്കുക, ലോകത്തിൽ എവിടെയായിട്ടും ആളായിട്ടും സംസാരിക്കുക. അപ്പം ഞാൻ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന മനോഹർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുക, പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതിൽ തോന്നലൊന്നുമില്ല. കാരണം നമ്മൾ അത്രയും പരിചിതരായി കഴിഞ്ഞു. ഈ വിർച്വൽ കോണ്ടാക്റ്റാണത്. വിർച്വലായിട്ട് നമ്മൾ എല്ലാവരും കാണുന്നു, എല്ലാവരും സംസാരിക്കുന്നു. ഇപ്പോൾ ഫേസ്ബുക്കായാലും വാട്സാപ്പായാലും നമ്മൾ വളരെ സജീവമായിട്ട് അതിൽ പങ്കെടുക്കും. ഞാൻ പ്രത്യേകിച്ചും ഇവിടെ ഇരിക്കുന്ന ഇവർ രണ്ടുപേരെക്കാൾ കൂടുതൽ ഞാൻ അതിൽ സജീവമായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരുപാട് സമയം കളയുന്നുണ്ട്, ഉറപ്പാണ്. പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ സൗഹൃദങ്ങളാണ്. പലരും പറയും, എന്തിനാ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫേസ്ബുക്കിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കണം, ഫോൺ താഴ്ത്ത് വയ്ക്കരുത്. ശരിയാണ്, ആ സമയത്ത് ക്ലാസിക് നോവലുകളൊക്കെ വായിക്കാം, വലിയ എഴുത്തുകാരാവാം. പക്ഷേ ഞാൻ വിചാരിക്കാറുണ്ട്, ഇപ്പോൾ ഇത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ നമുക്കിതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരുപാട് ക്ലാസിക്കുകൾ എഴുതി ഇല്ലെങ്കിൽ വായിച്ചു, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും ജീവിതം ആസ്വദിക്കാൻ പറ്റും. പക്ഷേ ആ നിമിഷത്തിൽ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യണം തോന്നുന്നു വെച്ചാൽ നമ്മൾ ചെയ്യുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും സാർത്ഥകമായിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണെന്ന് തോന്നുന്നു. അല്ലാതെ നമ്മളിപ്പോൾ വലിയൊരു എഴുത്തുകാരനായിട്ട് മാറാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളോ അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള വായനകളോ പരിശീലനങ്ങളോ ഒക്കെ നടത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു കാര്യമല്ല. ഞാൻ അങ്ങനെ ഒരു ലക്ഷ്യം വയ്ക്കുന്നില്ല. പക്ഷേ നമുക്ക് പറയാനുള്ള ചെറിയ കാര്യങ്ങൾ പലപ്പോഴും ഈ സൗഹൃദം, ഈ ഫേസ്ബുക്കൊക്കെ പോയിട്ട് നിങ്ങൾ കുട്ടികളൊന്നും ഫേസ്ബുക്കിലുള്ള ആൾക്കാരുടെ എനിക്കറിയാം, അത് വളരെ പഴഞ്ചന്മാരുടെ ഒരു കളരിയായിട്ട് മാറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിലേക്ക് പെട്ടെന്ന് നമ്മൾ ഈ ഊരിപ്പോരാൻ പറ്റാത്തൊരു തരം സൗഹൃദമാണ് നമുക്ക് അതിലുള്ളത്. ഞാൻ വിചാരിക്കുന്ന ഒരു ദിവസം പൂട്ടിപ്പോയിട്ട് നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാം എന്ന് വിചാരിക്കും. പക്ഷേ പറ്റില്ല. എന്താ വെച്ചാൽ ഒരുപാട് പേര് നമ്മളിങ്ങനെ നമ്മളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടില്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ആൾക്ക് എന്ത് പറ്റിയില്ലെങ്കിൽ എന്ത് ഇപ്പോൾ അളവിടെ പോയി, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒരുപക്ഷെ വളരെ വിപ്ലവമായിട്ടുള്ള ചില ആശങ്കകളോ ആഗ്രഹങ്ങളോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അത് നമ്മളെപ്പോഴും പിന്തുടരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ജനസമൂഹത്തിൻ്റെ ഒപ്പം, സമാന മനസ്കരായിട്ടുള്ള ഒരു ജനസമൂഹത്തിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വലിയ ഒരു തുറസാണ് നമുക്ക് ഈ ടെക്നോളജി വഴിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഇപ്പോൾ ഒരു തരത്തിൽ ഞാൻ വേണ്ടതിൽ അധികം ഉപയോഗിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എനിക്കിപ്പോൾ ഈ ആദ്യത്തെ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്.